ഹായ്, എല്ലാവർക്കും നിത്യസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിട്ടാണ് അവിയൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പച്ചക്കറി ഉണ്ട്, പക്ഷേ നമ്മളിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട അവിയലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് പിളർന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പിടി തേങ്ങ ചിരകിയത്, പിന്നെ 4 പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് എടുക്കുക, കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് അവിയലിന് കിട്ടുന്നത്. അപ്പോൾ അത് വേണ്ടുന്നത് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചതുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഇപ്പം ഞാനിപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊട്ടറ്റോയും മുരിങ്ങക്കായും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ, നമ്മൾ ലാസ്റ്റ് അരപ്പ് ചേർക്കുമ്പോൾ ബാക്കി ചേർക്കാം. ഇനി ഇത് കുക്കായി വരാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമുക്കൊരു കണക്കുണ്ടാവില്ല, സാധാരണ നമ്മൾ അവിയലിനൊക്കെ ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് കുക്കാവാനായിട്ട് വെള്ളം ചേർക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് കുക്കാവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ വെജിറ്റബിൾസ് കുക്കാവുന്ന ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ അരപ്പ് ഇതിലിട്ടിട്ട് ചതച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണവും ആയിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഞവടി മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും മണം വരില്ല. നമ്മൾ ഇതേപോലെ ചതച്ചെടുക്കണമെങ്കിൽ നല്ല മണമാണ്, അതുപോലെ തന്നെ ടേസ്റ്റും കൂടും നമ്മൾ ചെയ്യുന്ന കറികളുടെ. പൊട്ടറ്റോ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്നറിയാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി പൊട്ടറ്റോ. ഇതിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. നമ്മളിനി അരപ്പ് ചേർത്ത് കുറച്ച് നേരം വെച്ചിരിക്കുമല്ലോ, ആ സമയത്ത് അതും കൂടി വയ്ക്കോളും. ഇപ്പോൾ കണ്ടോ, പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു അവിയൽ മാത്രം കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാം. നമ്മളിത് ഉടനെ മിക്സ് ചെയ്യുന്നില്ല. നമുക്കിതൊരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുക, അടച്ചു വെച്ചിട്ട് ആ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ മുട്ട കാണിച്ചിട്ടില്ലായിരുന്നു. ഞാൻ മനഃപൂർവ്വമാണ് അപ്പോഴേ എടുത്ത് വെക്കാൻ, കാരണം അപ്പോഴേ നമ്മൾ മുട്ട ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ ഇത് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ട 4ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഈ ടൈമിൽ. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മളുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഈ മുട്ടയോട് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കടുക് താളിച്ച് ചേർത്താൽ മതി, നമ്മളുടെ അവിയൽ റെഡിയാകും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല മണമാണ് നമ്മൾ ഈ അവിയലിനെ. നമ്മളുടെ ആ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും കൂടി ആ കുക്കായി വരുന്ന ടൈമിലുണ്ട്, ആ ടൈമിൽ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആ മുട്ടയിലൊക്കെ നന്നായിട്ട് അരപ്പൊന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, കാരണം മുട്ട പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കൂടി താളിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കടുക് താളിച്ചത് ചേർക്കാൻ. വേറൊന്നുമില്ല, നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ജസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഇതൊരു 10 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.